അപ്പോൾ എന്താണെന്ന് സംഭവിച്ചതെന്നാണ് ഈ പെൺകുട്ടി വിശദീകരിക്കുന്നത്. കേട്ട് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ വിലയിരുത്താം ആരുടെ ഭാഗത്താണ് ന്യായമെന്ന്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രണ്ട് സൈഡും കേൾക്കണമല്ലോ. നമുക്ക് എന്തായാലും എന്താണ് ഈ പുള്ളിക്കാരിക്ക് പറയാനുള്ളതെന്നൊന്ന് കേട്ട് നോക്കാം. വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ വഴിയാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി. ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത്. അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മയെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു, എന്തുവാണ് ഇവിടെ, എന്തിനാണ് ഇവിടെ വണ്ടി ഇട്ടിരിക്കുന്നത്, മുന്നിൽ എങ്ങും ഇറങ്ങി പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും സത്യാവസ്ഥ എന്നെ അറിയാവുന്നവർ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പം ആളിട്ട വീഡിയോയ്ക്ക് അനുസരിച്ചാണ് വന്നിരിക്കുന്ന കമൻസും കാര്യങ്ങളും എല്ലാം. ഈ കുട്ടിക്ക് മാത്രമേ നാണവും അന്തസ്സും അഭിമാനമൊക്കെ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് ഒരു അന്തസ്സും അഭിമാനവും വ്യക്തിത്വവും ഇല്ലേ? പോരാത്തതിന് അയാളുടെ കൂടെ അയാളുടെ വൈഫുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ആ കാർ അവരെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ട് എന്തോ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നാണ് ഈ കുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഇവിടെ ഈ പുള്ളിക്കാരൻ്റെയും അയാളുടെ വൈഫിൻ്റെയും ക്യാരക്ടറിനെ വളരെ മോശമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അയാളുടെ കൂടെയുള്ള അയാളുടെ വൈഫാണ്, അവരൊരു സ്ത്രീയല്ലേ. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ ഈ വീഡിയോ ഇയാളെടുക്കാതെ ഇവരാണ് ഇട്ടിരുന്നതെങ്കിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വരാൻ ചാൻസ് ഉള്ളത് ഈ രീതിക്കായിരിക്കും. അതായത് റോഡരികിൽ കാറ് പാർക്ക് ചെയ്ത് ഭാര്യയും ഭർത്താവും പൊതുസ്ഥലത്ത് വെച്ച് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന രീതിയിലായിരിക്കും ഈ വാർത്ത വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, അയാൾ പറയുന്നുണ്ട് ഈ പെൺകുട്ടി വേറെ ആരെയും വിളിച്ചു, അവർ ഈ കാറിൻ്റെ വീഡിയോയും ഇവർ വണ്ടിക്കകത്തിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അയാളാണ് ഇത് ഇടുന്നതെങ്കിൽ ഏത് രീതിയിലായിരിക്കും വരുന്നത്? ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കണ്ടാൽ, അല്ലെങ്കിൽ ഇവർക്കറിയാവുന്നവർ കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടി, അതായത് അയാളുടെ വൈഫിനെ അവരുടെ ക്യാരക്ടറിനെ വളരെ മോശമായിട്ടല്ലേ ചിത്രീകരിക്കാൻ പുറത്ത് വരുന്നത് അങ്ങനെയായിരിക്കും. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് പോലും പുറത്ത് വെച്ച് എന്തോ അനാശാസ്യമായിട്ട് കാണിച്ചു എന്ന രീതിയിലല്ലേ പുറത്ത് വരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ മോശമാക്കാൻ നോക്കി. പിന്നെ ഇത് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതൊരു ഇൻ്റർവ്യൂവിനകത്ത് ഇവരുടെ നാട്ടുകാർ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ ക്യാരക്ടറിനെ മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അവളൊരു പെൺകുട്ടിയല്ലേ, അവർക്കൊരു ജീവിതമുള്ള. അപ്പോൾ ഈ പെൺകുട്ടി എന്താ ഓർക്കാത്തത്? അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, അത് ആ പുള്ളിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അയാളുടെ ഭാര്യയാണ്, അതൊരു സ്ത്രീയല്ലേ. അപ്പോൾ അവർക്ക് എന്താ ലൈഫില്ലേ, അവർക്ക് എന്താ അന്തസ്സില്ലേ, അവർക്ക് അവരുടെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ തല ഉയർത്തുന്നത്. അത് നിങ്ങളുമായിട്ട് പോകുകയാണെങ്കിൽ കോടതി സമിതിയാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്ത് മോശം പ്രവർത്തിയാണ് കണ്ടത്? ഇപ്പോൾ റീസെൻ്റ് എൻ്റെ ഫ്രണ്ട് എൻ്റെ പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടെ അക്യൂസ് ചെയ്യായിരുന്നു, ഇങ്ങനെ കമൻസുകൾ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ മൈൻഡ് എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്, എന്താ നിങ്ങൾ കണ്ടത്? ബാക്കി ഒരു സെക്ഷൽ ആക്ടിവിറ്റിയാണ് അവിടെ പറഞ്ഞതുപോലെ കണ്ടത് എന്ന് പുള്ളിക്കാരി പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, എൻ്റെ ഭാര്യയാണ്, എനിക്ക് വേറെ സൈഡ് സ്പേസ് ഉണ്ട് അതിനുള്ള. അപ്പോൾ അത് അവരുടെ അതല്ല. അപ്പം അതിൻ്റെ സ്വകാര്യത്തിൽ വന്ന് കയറി ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെന്താണെന്ന് അറിയാൻ ഒരു അവകാശം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഇപ്പോൾ ഞാൻ ആ വീഡിയോ അത് തന്നെയാണ് ആർക്കും മനസ്സിലാകാത്തൊരു കാര്യം. അത് തന്നെയാണ് കാര്യം. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും സ്വകാര്യമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കാറിൽ ചെയ്യേണ്ട കാര്യം അവർക്കില്ല. കാര്യം അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവർക്ക് അവരുടേതായ ഒരു പ്രൈവറ്റ് പ്ലേസ് ഉണ്ട്, അവർക്ക് വീട് കാണും, അവരുടെ റൂം കാണും. ഇല്ലെങ്കിൽ അവർക്ക് അത് അങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇവിടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അങ്ങനെ വരുന്ന അത്രയ്ക്കും ദാരിദ്ര്യം പിടിച്ചവരൊന്നും ആകാൻ ഒരു സാധ്യതയും ഇവരെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടി കണ്ടു മോശമായിട്ട് കണ്ടു, പറയാൻ പറ്റാത്തത് കണ്ടു, വളരെ മോശമായിട്ട് കണ്ടു എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടറിനെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പറച്ചിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവരെ നിയമ നടപടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരി കുടുങ്ങുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യം മുതലെയുള്ള വീഡിയോസും ഇവർ കൊടുത്ത ഇൻ്റർവ്യൂസും ഒക്കെ നമ്മളൊന്ന് ഒന്നിച്ച് ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും ഇവരുടെ ഭാഗത്താണ് ന്യായം. ആ പെൺകുട്ടി പറയുന്നതിൽ 1% പോലും അവരുടെ ഭാഗത്ത് ന്യായമില്ല എന്നുള്ളത് മനസ്സിലാകും. എന്തായാലും പുള്ളിക്കാരി നാണം കിട്ടു എന്ന് മനസ്സിലായി. ബാക്കിയുള്ളവർ ഇത് സോഷ്യൽ മീഡിയ ഇതിനെ ഏറ്റെടുത്തു, സോഷ്യൽ മീഡിയ ഇതിനെ ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ പുള്ളിക്കാരിയുടെ അമ്മയ്ക്കും ഒക്കെ മനസ്സിലായി. പിന്നെ പുള്ളിക്കാരി ഒരു ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, എന്തോ പുള്ളിക്കാരിയുടെ അമ്മയുടെയും സമ്മതമില്ലാതെയാണ് അവരുടെ വീഡിയോ എടുത്തതെന്ന് ഇതിലൊരു വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ള 2 വ്യക്തികളാണ് ആ കാറിലിരുന്നവരും. അവരെ
പുറത്തു നിന്ന് ആരെയോ വിളിച്ചു വരുത്തി, അതായത് ആ നാട്ടിലുള്ള വേറെ ആരെയോ വിളിച്ചു വരുത്തി അവരുടെ കാറും അവരെയൊക്കെ വീഡിയോ എടുത്തതിനെ പിന്നെ എന്താണ് പറയേണ്ടത്, സമ്മതമില്ലാതെ വീഡിയോ എടുത്തതിന് അവരുടെ സ്വകാര്യതയിലേക്ക് കയറി അവിടെ ഒരു പ്രൈവസിയിൽ ചെന്ന് ഇടിച്ചു കയറി അതിനെ ചൊറിഞ്ഞ് പ്രശ്നമുണ്ടാക്കിയിട്ട് ഇപ്പോൾ പറയുന്നു അയാൾ സഭ്യമായിട്ടാണ് സംസാരിച്ചിരുന്നതെങ്കിൽ ഞങ്ങളും അങ്ങനെ സംസാരിക്കുമായിരുന്നു എന്ന്. അയാൾക്ക് സഭ്യമായ രീതിയിൽ സംസാരിക്കേണ്ട രീതിയിലല്ല നിങ്ങൾ പെരുമാറിയിരിക്കുന്നത്. അത് ആ പുള്ളിക്കാരൻ വ്യക്തമായി പറയുന്നുണ്ട്. കാര്യം കാറിൽ വന്ന് തട്ടിയിട്ട് ചോദിക്കുന്നത് ഇവിടെ കാർ അടച്ചിട്ട് എന്താ ചെയ്യുന്നത്, അങ്ങനെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും വളരെ മോശം. എനിക്ക് തോന്നുന്നു ഞാൻ തെറ്റ് ചെയ്ത് എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിച്ചതാ, ഞാനൊരു കാര്യം ചോദിച്ചു, എന്തിനാണ് വീടിന്റെ വഴിയിൽ മുന്നിൽ കൊണ്ട് ഇട്ടിട്ട് ഇതിനകത്ത് എന്തോ ഈ കാണിക്കുന്നത്, അത് കാണിക്കാൻ കൊള്ളരുതാത്തത് ഒരു വീടിന്റെ മുൻവശത്തല്ല കൊണ്ടിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടിട്ടാണ് ചോദിച്ചത്. അവരുടെ പ്രൈവസി ഇത് കേട്ടില്ലേ, വീണ്ടും ഈ കുട്ടി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ടിട്ട് ചെയ്യാൻ കൊള്ളാവുന്നതല്ല അവർ ചെയ്തതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തെറ്റ് ഈ പുള്ളിക്കാരുടെ ഭാഗത്ത് തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി.